എറണാകുളം കുണ്ടന്നൂർ തേവര പാലത്തിലെ ടാറിംഗ് പൊളിഞ്ഞു. പാലത്തിൽ നിരവധി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ട് ടാറിംഗിലാണ് പാളിച്ച സംഭവിച്ചത്. അറ്റകുറ്റപ്പണികൾക്കായി 3 തവണ അടച്ചിട്ട പാലത്തിന്റെ ഇന്നത്തെ അവസ്ഥയാണിത്. പറഞ്ഞതിലും നേരത്തെ തന്നെ 3-ാം തവണ പാലം പണി പൂർത്തിയാക്കി. പാലം ജനങ്ങൾക്ക് തുറന്നു നൽകിയപ്പോൾ ജർമ്മൻ സാങ്കേതിക വിദ്യയായ സ്റ്റോൺ മാസ്റ്റിക് അസാൾട്ടിൽ നിർമ്മിച്ച പാലത്തിൽ ഇനിയൊരു സാങ്കേതിക തകരാറുണ്ടാവില്ലെന്നും ടാറിംഗ് യാതൊരു കാരണവശാലും ഇളകിപ്പോകില്ലെന്നും ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ ദാ ഇളകിപ്പോയിരിക്കുന്നത്. പാലത്തിന്റെ കോൺക്രീറ്റ് പ്രതലത്തിൽ പ്രത്യേക അളവിൽ മിശ്രിതം ചേർത്ത് നിർമ്മിക്കുന്നതാണ് SMA സാങ്കേതികവിദ്യ. കോടികൾ മുടക്കിയാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണി അന്ന് പൂർത്തിയാക്കിയത്. അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് തന്നെ ജനങ്ങൾ ടാറിംഗ് പൊളിഞ്ഞു പോകുമോ എന്ന ആശങ്ക അറിയിച്ചതുമാണ്. ആദ്യം തന്നെ V4 കൊച്ചി പ്രവർത്തകർ ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ അപാകതകൾ. ഇത് ചെയ്യണത് കറക്റ്റ് മഴയത്തും അങ്ങനെയുള്ള സമയത്തൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം V4 കൊച്ചി ഇതിന്റെ എഞ്ചിനീയറെ വിളിച്ചു. ഇനി ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന്. അപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത ആണ് ഇവിടെ പാലം പണിയാൻ വേണ്ടി വന്നേക്കണം. അവരുടെ പേരിൽ നിയമ നടപടി എടുക്കണം. ഇനി വലിയൊരു മഴ നീണ്ടു നിന്നാൽ ഇളകിപ്പോയ ഈ ടാറിങ്ങിന്റെ സ്ഥാനത്ത് വൻ ഗർത്തങ്ങളായിരിക്കാൻ രൂപപ്പെടുക. അതുവഴി പതിയിരിക്കുന്നത് വൻ അപകടങ്ങളും. കോടികൾ ഉപയോഗിച്ച് ജർമ്മൻ ടെക്നോളജിയിൽ നിർമ്മിച്ച പാലത്തിന്റെ അവസ്ഥയാണിത്. യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായിരുന്നു. ക്യാമറമാൻ അനുവിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി.